How do you see that? What is the major factor that is the defeat for the left? ഒരു കഴിഞ്ഞൊരു 10 years ആയിട്ട് LDF ആണ് ഇവിടെ ഭരണം റൂൾ ചെയ്യുന്നത്. ഇപ്പം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും ക്ഷേമ പദ്ധതികൾ, ഇപ്പോൾ ശ്രുതി തരംഗം, ആശ്രയ പദ്ധതി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി പദ്ധതി, കാരുണ്യ പദ്ധതി, ഹോസ്പിറ്റലിൽ പോയാൽ ചികിത്സാ സഹായം കിട്ടുന്ന കാരുണ്യ പദ്ധതി, ഇതെല്ലാം അനുഭവിച്ച ജനങ്ങളാണ് കേരളത്തിലുള്ളത്. ഒരു സുപ്രഭാതത്തിൽ LDF വരുന്നു, ആ വന്നതിന് ശേഷം ഒറ്റയടിക്ക് ഈ പദ്ധതികളെല്ലാം ഇല്ലായ്മ ചെയ്യാണ്. കഴിഞ്ഞ തവണ കോവിഡിന്റെ സമയത്ത് പോലും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് അധികാരത്തിലേക്ക് വന്നത്. ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാരുണ്യ പദ്ധതി, ആശ്രയ, ശ്രുതി തരംഗം, കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി ഉപയോഗിച്ച് ശബ്ദം കൊടുത്തിരുന്ന, കേൾവിശക്തി കൊടുത്തിരുന്ന ഒരു ഭരണം കേരളത്തിനുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ. ആ സർക്കാർ വരണം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ 10 വർഷക്കാലം അനുഭവിച്ച ദുരിതങ്ങളിൽ നിന്നും ഇത്തവണ കേരളത്തിൽ ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ട്രെൻഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഒന്നിലധികം ആളുകൾ മുഖ്യമന്ത്രിമാരാകുന്നതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ, പവർഫുൾ ലീഡേഴ്സ് ഉണ്ട് എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലെ സാധാരണ കോൺഗ്രസ് വർക്കേഴ്സിന് അതൊരു വലിയൊരു അഭിമാനമാണ്, വലിയ കോൺഫിഡൻസ് ആണ്. മറ്റു പാർട്ടികളിലേക്ക് നോക്കുമ്പോൾ ആരെ വെക്കണം, അല്ലെങ്കിൽ അവരൊരു ഇൻഡിവിജ്വൽ വ്യക്തികളിലേക്ക് ഫോക്കസ് ആയിട്ട് പോകുമ്പം ഞങ്ങൾക്കത് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അതിനെല്ലാം തീരുമാനമെടുക്കുന്നത് ഹൈക്കമാൻഡ് ആണ്. ഉറപ്പായിട്ടും UDFന്റെ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കേരളത്തിൽ ഭരണം നിർവഹിക്കുമ്പോൾ ക്ഷേമ പദ്ധതികളൊക്കെ ഞങ്ങൾ ഒറ്റക്കെട്ടായി നടപ്പിലാക്കും.